ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ പല നടന്മാരെയും നടിമാരെയും പറ്റിയുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. വിൻസി അലോഷ്യസിന്റെ തുറന്നു പറച്ചിലിന് ശേഷമാണ് അതിനുള്ള ധൈര്യം പലർക്കും വന്നിട്ടുള്ളത്. പ്രമുഖരായ പല നടന്മാരെയും നടിമാരെയും ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട പല കേസുകൾക്കൊപ്പവും കേട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്തത്. പണത്തിന്റെയും അധികാരത്തിന്റെയും പത്രാസിൽ ഇതൊക്കെ വെറും നിസ്സാരമാക്കി മാറ്റാൻ പലർക്കും കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ എല്ലാവരും അതേ ചായത്തോടെയും ചമയത്തോടെയും ഇപ്പോഴും നിലനിന്നു പോകുന്നത്. ഷൈൻ ടോം ചാക്കോ വിവാദം മലയാള സിനിമാ ലോകത്ത് ചർച്ചയായിരിക്കെ പ്രതികരണവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്ത് വന്നു. ഷൈനിന്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി വന്നു എന്ന വിൻസിയുടെ പ്രസ്താവനയുടെ പേരിൽ കേസെടുക്കാനാകില്ലെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. അതേസമയം ലഹരി ഉപയോഗത്തിൽ ഷൈൻ ടോമിനെ ശാന്തിവിള വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. നടി പ്രയാഗ മാർട്ടിനെ കുറിച്ചും ഹിൽമി ബീറ്റ്സ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ പരാമർശിച്ചത്. ഓം പ്രകാശ് പഠിക്കുന്ന കാലത്ത് മിടുക്കനായ പയ്യനായിരുന്നു. അയാൾ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ വെളുപ്പാൻകാലത്ത് ഒരു നടി ചെന്ന് ഉറങ്ങാൻ കിടന്നു. പോലീസ് കേസെടുത്തില്ല. പോലീസുകാരാണ് പലപ്പോഴും പലരെയും രക്ഷപ്പെടുത്തുന്നത്. പ്രയാഗ മാർട്ടൻ എന്തിനാണ് ഈ വെളുപ്പാൻകാലത്ത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒപ്പം അഭിനയിക്കുന്ന സമയത്ത് തന്നെ വിൻസി അലോഷ്യസ് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. ഇതിന് നഷ്ടം വരുന്നത് വിൻസി അലോഷ്യസിന് മാത്രമായിരിക്കും എന്ന് തോന്നുന്നു. ഇനി വലിയും കുടിയുമുള്ള ഒരുത്തന്റെ സെറ്റിലേക്കും അവരെ വിളിക്കില്ല. നല്ല നടിയാണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു നഷ്ടവും വരില്ല. കാരണം അയാൾ ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ആളല്ല. പൈസയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ആളല്ല. സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ്. സെറ്റിൽ നന്നായി പെരുമാറുന്ന ആളാണ്. നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഇന്റർവ്യൂവിൽ മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരാളെ സിനിമയ്ക്ക് ആവശ്യമുണ്ട്. കുറുപ്പ് പോലൊരു പടത്തിൽ ദുൽഖറിനേക്കാൾ മനോഹരമായി അഭിനയിച്ചു. പക്ഷേ നഷ്ടം വിൻസിമാർക്കായിരിക്കുമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ ശേഷവും തിലകൻ ചേട്ടൻ മദ്യപിച്ചിരുന്നു. എന്നാൽ സെറ്റിൽ പ്രശ്നമുണ്ടാക്കില്ലായിരുന്നു. ശ്രീനിവാസൻ, MG സോമൻ ഉൾപ്പെടെയുള്ളവരും മദ്യപിക്കുന്നവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും സിനിമയിൽ ദോഷം ചെയ്തിട്ടില്ലെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി. മലയാള സിനിമയിൽ വലിയ സംഭാവന നൽകുന്ന 4-5 നായക നടന്മാർ എല്ലും പല്ലും പോയി ദ്രവിച്ച് സ്വബോധമില്ലാതെ ചാകും. ഇവർ ലഹരിക്ക് അടിമയാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. അതേസമയം തന്റെ പരാതിയും നടന്റെ പേരും പുറത്തു വന്നതിൽ വിൻസി അലോഷ്യസ് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ആരാണിത് ചെയ്തതെന്നും മോശമായ പ്രവൃത്തിയാണ്, പേര് പുറത്തു പറയാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കി. എന്തു തന്നെയായാലും വിൻസി അലോഷ്യസിന്റെ ഈ വെളിപ്പെടുത്തൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി മലയാള സിനിമാ ലോകത്തെ പല പ്രമുഖർക്കും പൂട്ടുവീഴുമെന്ന കാര്യം ഉറപ്പിക്കാം.